ഷെവിലിൻ്റെ പേരൻസ് ആണല്ലേ? അതെ, ഞാൻ ഈ കൊറോണയുടെ ആഫ്റ്റർ എഫക്റ്റിന് ശേഷം 10th ശേഷം മോനെ എന്തിലേക്ക് വിടും, എങ്ങനെ വിടും, ഏത് സ്കൂളിലേക്ക് വിടുന്ന വല്ലാത്തൊരു കൺഫ്യൂഷനിലിരിക്കുമ്പോഴാണ് ഈ ആൽഫ ജീനി സ്കൂളിനെ പറ്റി നമ്മൾ കേട്ടത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോനാണ് പറയുന്നത് സ്കൂളുണ്ട്, നല്ല കോച്ചിങ് ആണ്, റോഹിത് സാറിനെ പറ്റി കേട്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഡെഡിക്കേഷനോടുള്ള ആ സംസാരവും കാര്യങ്ങളൊക്കെ കേട്ടപ്പം ഞാൻ തന്നെ തീരുമാനിച്ചു നമ്മൾ ആൽഫയിൽ തന്നെ വിടുന്നുണ്ടെന്ന്. ഹോസ്റ്റൽ സൗകര്യമാണെങ്കിലും ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് കുട്ടികളുടെ പഠിത്ത കാര്യങ്ങളിലും എല്ലാം നമ്മളൊക്കെ പഠിച്ച കാലമല്ല, ഇത്രയും ഇൻവോൾവ് ചെയ്ത് ഫ്രണ്ട്ലി ആയിട്ട് വേറെ എവിടെ നമുക്ക് കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ക്രാഷ് കോഴ്സൊക്കെ നടക്കാൻ പോകുന്ന നീറ്റിലേക്കുള്ള അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി 1 മാസം കോഴ്സുണ്ട്. അതും നമ്മൾ ഫുള്ള് ഇപ്പോൾ റോഹിത് സാറിനെ കണ്ട് സംസാരിച്ചു. സാറിൻ്റെ ഉത്തരവാദിത്വം, കാരണം നമുക്ക് വേറെ സ്ഥലത്തിലൊന്നും നമുക്കധികം ചെയ്യാൻ പറ്റില്ല. 100% ഇവിടുത്തെ ഒരു ഉത്തരവാദിത്തം നമ്മൾ വിട്ടിരിക്കുന്നു. അപ്പോൾ എന്തായാലും 100% വിജയം ഉണ്ടാവും. പിന്നെ എക്സാം എല്ലാം കഴിഞ്ഞു, ഗുഡായിരുന്നു പറഞ്ഞു, വളരെ നല്ലതായിരുന്നു പറഞ്ഞു. ബാക്കിയെല്ലാം ഇത്രയും എന്നെ സംബന്ധിച്ച്, എൻ്റെ മോനെ സംബന്ധിച്ച്, എൻ്റെ ഫാമിലി സംബന്ധിച്ച് ഇത് ബെസ്റ്റാണ് ഇവിടുന്ന് കിട്ടിയിരിക്കുന്നത്. താങ്ക് യു. ഏറ്റവും കൂടുതലായിട്ട് ടീച്ചേഴ്സിനെ പറ്റി പറയണം കേട്ടോ. അവർ ശരിക്കും എല്ലാവരും അവരവരുടെ ഫാമിലിയുടെ കൂടെ എൻജോയ് ചെയ്യുമ്പോൾ അവർ ശരിക്കും പിള്ളേർക്ക് വേണ്ടിയിട്ട് അവർ ശരിക്കും കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റുന്ന കാര്യമല്ല, അത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. പിന്നെ ഹോസ്റ്റലിലെ വാർഡനാണെങ്കിലും കമ്മ്യൂണിക്കേഷനും കറക്റ്റായിരുന്നു. കാരണം പ്രോപ്പർ ചാനൽ കൂടെ നമുക്ക് മക്കളെ പറ്റി ചെറിയ തെറ്റുകളൊക്കെ അവർ തന്നെ കറക്റ്റ് ചെയ്യും. പറ്റാത്ത മാത്രമേ എന്തെങ്കിലും നമ്മൾ വിളിച്ച് പറയാം. വേറെ നമുക്ക് ടെൻഷൻ ഇല്ലാത്തൊരു 2 വർഷക്കാലം, 1.5 വർഷമേ പറ്റുള്ളൂ. ആ 1.5 വർഷക്കാലം ടെൻഷൻ ഇല്ലാത്തൊരു സ്കൂൾ ലൈഫായിരുന്നു. അവനെന്നും പറയുന്നത് ഞങ്ങൾക്കും അതെ, ഞങ്ങളെ സംബന്ധിച്ച് ഹാപ്പിയായിരുന്നു. എല്ലാവരും വിട്ടു വരുന്നതിനുള്ള വിഷമമുള്ളൂ. ടീച്ചേഴ്സ് അടിപൊളിയായിരുന്നു. എക്സാം എല്ലാം നല്ലപോലെ ഈസിയായിരുന്നു, നല്ല എക്സാം ഈസിയായിരുന്നു.